ഞങ്ങൾ പുരാവസ്തു കേന്ദ്രത്തിലാണ്. ഹലോ ഗായ്സ്. ഞങ്ങൾ പുരാവസ്തു ഗവേഷണം നടന്നപ്പോൾ മീനെ കാണുന്നുണ്ടോ? കണ്ടോ? വെളുത്തതും ചുമന്നയുമായ കറുപ്പയുമായ മീനുകൾ. ഞങ്ങളിങ്ങനെ പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഉള്ളിലിങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഓരോ ഏരിയകൾ ഇങ്ങനെ മുക്കുമൂലം കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തമ്പുരാൻ്റെ ശക്തൻ തമ്പുരാൻ കൊച്ചി രാജാവ് രാജ രവിവർമ്മ തമ്പുരാൻ്റെ കുടിയേറ്റം. ഞങ്ങളിപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ കിണറുകൾ, പഴയ കിണർ ശക്തൻ തമ്പുരാൻ്റെ കാലത്തുള്ള കിണറുകളാണ്. കിണറിൽ വെള്ളം കോരുന്ന സ്ഥലം കണ്ടു. ഇതിലൂടെയാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നത്. കുറച്ച് ചപ്പും തേങ്ങയൊക്കെ വീണിട്ടുണ്ടെങ്കിലും നല്ല വെള്ളമാണ്. അന്നത്തെ കപ്പി ഉണ്ടാവും. വേണമെങ്കിൽ ഞാൻ എൻ്റെ ചെറിയൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇങ്ങനെ ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്ന് ഇവിടെ പാത്രം വെച്ച് അതിലേക്ക് ഇങ്ങനെ കയറും. ഇവിടെ നിന്ന് കോരുന്നു. അതിങ്ങനെ കയറി വരുന്നു. ഇതാണ് ഇതിങ്ങനെ കോരും. ശരിച്ച് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരുന്നു. പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മളടുത്തൊരു കുടീരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ശക്തൻ തമ്പുരാൻ. നമ്മുടെ ശക്തൻ തമ്പുരാൻ്റെ ശവകുടീരത്തിൻ്റെ അടുത്തെത്തി. അദ്ദേഹം ഉറങ്ങുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഉറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ രവിവർമ്മ തമ്പുരാൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആളുടെയും. നല്ലൊരു പ്രകൃതി രമണീയ കിളികളുടെ സൗണ്ട്, ഭയങ്കര നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നമുക്ക് പിന്നെ വേനലിൻ്റെതായ ചെറിയ ഉണക്കുകളൊക്കെ ഉണ്ടെങ്കിലും നല്ല കിളികളുടെ സൗണ്ടുകൾ, നല്ലൊരു സന്ധ്യകൾ. നമുക്കിവിടെ 5 മണി വരെ നമുക്ക് സമയമുള്ളൂ. രാവിലെ തുടങ്ങി 5 മണി വരെ സമയമുള്ളൂ. 4 മണിക്ക് പുരാവസ്തു ഗവേഷണ കേന്ദ്രം അടയ്ക്കും. ഗാർഡൻ 5 മണി വരെ നമുക്കുണ്ട്. എല്ലാവരും വന്ന് ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു മനോഹരമായ തൃശ്ശൂരിൽ കുളം കാണുന്നു. പ്രകൃതി രമണീയമായ കുളം. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ഈ പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. നല്ലൊരു തണുത്ത കാറ്റ്, ചൂടൊന്നും എടുക്കുന്നില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയർ. നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അത് പറഞ്ഞുതരാം. ഇതാ നമ്മുടെ സാമൂതിരി രാജയുടെ കുടീരം, ടോംബ് ഓഫ് സാമുദ്രി. അദ്ദേഹവും ഇവിടെയാണ് കുടീരം. അദ്ദേഹത്തിൻ്റെ കുടീരവും. ധാരാളം ഔഷധ ചെടികളും പ്രകൃതിയുമായി രമണീയമായ ഒരു സ്ഥലമാണ്. ധാരാളം പക്ഷികൾ, നമ്മൾ ഫോറസ്റ്റ് വനങ്ങളിൽ കാണുന്ന ഇനം മരങ്ങൾ, ഔഷധ ചെടികൾ, മരങ്ങൾ ഇവിടെ കാണുന്നുണ്ട്.
അങ്ങനെ വന്നപ്പോൾ ഞങ്ങളൊരു മരം കണ്ടതാണ്. നീർമരുത്, നമ്മുടെ ഫോറസ്റ്റിലുള്ള സാധനമാണ്, അപൂർവ ഇന്നൊരു സാധനമാണ് നീർമരുത്. അടുത്തൊരു സാധനം വെള്ളപ്പായ എന്ന് പറഞ്ഞൊരു ഒരു മരം കണ്ടു. അങ്ങനെ അപൂർവ ഇനം മരുന്നുകൾ മരങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ ഇരിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്, കല്ലുകൾ. പിന്നെ കുറേയധികം നിർമ്മിതികളൊക്കെ പോയിട്ടുണ്ട്, തകർന്നു വീണു പോയിട്ടുണ്ട്. നല്ല കിളികളുടെ സൗണ്ടുകൾ നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ എന്തോ ഒരു ഇതുണ്ടായിരുന്നതാണ്. ഒരു കാവുണ്ട്, അമ്പലം, ഒരു കാവുണ്ട്. കുറച്ചൊക്കെ നിർമ്മിതികൾ പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, ക്യാമറകളുണ്ട്, സുരക്ഷയ്ക്ക് നമുക്ക് ക്യാമറകളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ അത്തി കാണുന്നു. പിന്നെ കാവ്, നമ്മുടെ കാവുണ്ട്, കാവ്. പിന്നെ പവിഴമ എന്ന് പറഞ്ഞൊരു മരം. പിന്നെ ചെത്തി എന്ന് പറഞ്ഞൊരു മരമുണ്ട്, ചെത്തി. പിന്നെ നമ്മൾ കാവിൻ്റെ ചുറ്റുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കാവാണ്, കാവ്. പണ്ടത്തെ ഒരു കാവാണ്. കാവ് കണ്ടില്ലേ? ഇപ്പോൾ അവിടെ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്, ആളുകൾ കയറുന്നുണ്ട്. കാവിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്, നടപ്പാതയാണ് ഇങ്ങനെ കാണുന്നത്. കാവിലേക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറും. കാവിൻ്റെ ബാക്കി ചുറ്റുമതിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. പിന്നെ കമലാ ട്രീ എന്ന് പറഞ്ഞിട്ട് കാവിൻ്റെ ഉള്ളൊരു മരമുണ്ട്, കമലാ ട്രീ കാണാൻ പറ്റുന്നുണ്ട്. കലേ ട്രീ അങ്ങനെ തുടങ്ങി നല്ലൊരു ഇതാണ്. പിന്നെ അവിടെ പൂവുകളുണ്ട്. നമ്മൾ അവിടെ നിന്ന് കാവിൽ നിന്ന് ഇറങ്ങി, അപ്പോൾ അത് നമ്മൾ വീണ്ടും നടപ്പാതയിലേക്ക് വന്നു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. കല്ലുപാകി ഒരു നടപ്പാതയായിരുന്നു നമ്മുടെ. അപ്പോൾ പുറത്ത് നല്ല ചൂടുകളും കാലാവസ്ഥയും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനകത്ത് നല്ലൊരു കൂളിംഗ് ഉണ്ട്, നല്ലൊരു ഇതാണ്. പിന്നെ 5 മണി വരെ നമുക്കുള്ളൂ, ഇതിൽ അലോഡേ ഉള്ളൂ. 5 മണിക്ക് ശേഷം ഗേറ്റ് അടയ്ക്കും. ഇത് ചിത്രശലഭ ഉദ്യാനം എന്നാണ് പേരിട്ടത്. പക്ഷേ എല്ലാം കാലക്രമണമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാം മാഞ്ഞു പോയി. ചരിത്ര മതിലുകൾ, അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മുടെ തൃശ്ശൂർ
വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്താണ് പുരാവസ്തു ഗവേഷണ കേന്ദ്രം. കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്താണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. ഹെറിറ്റേജ് ഉദ്യാനം അതാണ് നമ്മളത്. ഗേറ്റിനപ്പുറത്ത് കാണാൻ നമ്മുടെ പുരാവസ്തു സൂക്ഷിച്ചേക്കണ സ്ഥലം, കൊട്ടാരം. നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് കൊട്ടാരമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംവിധാനമായിരുന്നു, അത് നശിച്ചു പോയിരിക്കുന്നു. എന്തോ ഒരു സംവിധാനമായിരുന്നു. അപ്പോൾ അത് കുറേതൊക്കെ പോയിട്ടുണ്ട്. നമ്മളിത് കയറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഇന്നലെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. പണ്ട് രാജാക്കന്മാർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നൊരു ഇതാണ്. അതാണ് നമ്മുടെ വടക്കേ സ്റ്റാൻഡ് ആണ്. ഇത് നമ്മുടെ മ്യൂസിയം. യുദ്ധം ചെയ്തുകൊണ്ട് ഒളിത്താവളം. ശത്രുക്കളെ വെടിവെച്ചോണ്ടിരുന്ന ഓടിയത്. വരച്ച് മതിലുമ്പോൾ നമുക്ക് പല ഡിസൈനുകൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വള്ളം മതിലുമ്പോൾ നമുക്ക് വള്ളം കാണാം. പല കൊമ്പ്, കൊട, ആന, പല സാധനങ്ങൾ നമുക്ക് മതിലുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. മുത്തുക്കൊടകൾ, ആന മണി അടിക്കുന്നത്. നമ്മളങ്ങനെ വരുമ്പോൾ മതിലുമ്പോൾ മനോഹരമായ ഓരോ ചിത്രങ്ങൾ. ഇതാണ് കുളപ്പുര. എൻ്റെ കുളപ്പുര ഇറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ കുളപ്പുര. ഇതാണ് പടവുകൾ. ഈ പടവുകൾ ഇറങ്ങിയിരുന്നു. ഈ പടവുകൾ ഇങ്ങനെ ഇറങ്ങി നേരെ അതാണ് പോണ കുളക്കടവ്. കുറേയൊക്കെ മതിലുകളൊക്കെ പൊളിഞ്ഞു വീണ് കഴിഞ്ഞു. ഇവിടെയൊക്കെ ഗ്യാപ്പായി. സംരക്ഷിക്കേണ്ട സമയമായി. ഒന്നും കൂടെ പുനരുദ്ധീകരണം നടത്തി സംരക്ഷിക്കേണ്ട സമയങ്ങളായി. എല്ലാം പൊട്ടി പൊളിഞ്ഞൊക്കെ പോയി. ഇവിടെയൊക്കെ ഓടുകളൊക്കെ പോയി. എന്നാലും അത് ചരിത്ര സംഭവമാണ്. അതൊന്ന് കുളപ്പുര. തമ്പുരാട്ടിയൊക്കെ കുളിക്കാൻ നമ്മുടെ നിലമ്പൂർ തേക്ക്. ഇവിടെ ചോദിച്ചപ്പോൾ നാടൻ തേക്കല്ല, നമ്മുടെ നിലമ്പൂർ എന്നുള്ള തേക്കാണ്. അത് അന്ന് വെച്ചിട്ട് നിലമ്പൂർ തേക്ക്. ഗൈസ്, നമ്മുടെ സമയം കഴിഞ്ഞു. സാറുമാർ നമ്മളോട് പുറത്ത് പോകാൻ പറഞ്ഞു. ഞങ്ങൾ ലേറ്റായിട്ടാണ് വന്നത്, അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു. നമ്മുടെ ഇവിടുത്തെ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞു. നമ്മൾ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വീഡിയോ അനുവദനീയമല്ല. ഉദ്യാനത്തിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഗേറ്റിനവിടെ എത്തുമ്പോൾ എൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ബായ്. നമ്മൾ ഗേറ്റിനവിടെ എത്തി. ഇനി നമുക്ക് വീഡിയോ അനുവദനീയമല്ല.
നമുക്ക് പുരാവസ്തു ഇതാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത്. ഇതാണ് നമ്മുടെ ഗേറ്റ്. അപ്പോൾ ഞങ്ങൾ കടക്കാൻ പാടില്ല എന്നാണ്. നമുക്ക് കൊട്ടാരത്തിനുള്ളിലൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല. കൊട്ടാരത്തിനുള്ളിൽ നമ്മൾ ഒന്നും എടുക്കാൻ പാടില്ല, വീഡിയോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ അനുസരിക്കണം, നിയമങ്ങൾ നമ്മൾ കർശനമായിട്ട് അനുസരിക്കണം. നമുക്ക് ഉദ്യാനങ്ങളും ഗാർഡനൊക്കെ നമുക്ക് 5 മണി വരെ വിസിറ്റ് ചെയ്യാം, വീഡിയോസ് എടുക്കാം. അവിടെ ഫോട്ടോസ് മാത്രമേ നമുക്ക് അനുവദിക്കുള്ളൂ. ആണ് കൊട്ടാരം.